കണ്ടില്ലേ, സ്നേഹനിധിയായ എന്റെ ഭർത്താവ്, താലി കെട്ടിയ എന്റെ പുരുഷൻ എന്റെ അടുത്ത് കാണിച്ചു കണ്ടില്ലേ? അയാൾക്കിപ്പൊ ഞാൻ വേണ്ട, അയാളുടെ കാമുകി മതി. അതിനെന്നെ അയാൾ കൊല്ലാൻ നോക്കുക. നിങ്ങൾ രണ്ടുപേരും അറിയാതെ അമ്മ ഒരിടത്തേക്കും പോവില്ല. എനിക്കറിയണം എന്റെ അമ്മയ്ക്ക് ഇവിടെ എന്താ സംഭവിച്ചെന്ന്. അത് ഞാൻ അറിയുകയും ചെയ്യും. ഞാനിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് ഞാൻ അറിയുക തന്നെ ചെയ്യും. അതിന് പിന്നിൽ നിങ്ങൾ ആരും ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന. കേട്ടില്ലേടി അവള് പറഞ്ഞിട്ട് പോയത്? ഇപ്പൊ കുറ്റം മുഴുവൻ നമുക്കായി. ഇതിനുത്തരം പറയേണ്ടത് ഒരേ ഒരാളാ, അച്ഛൻ. അച്ഛൻ മാത്രം. ഇത്ര വേഗം വന്നോ? അപ്പൊ കാര്യഗൗരവമായിട്ട് പറഞ്ഞാൽ ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ അറിയാം. മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതാ. ആര്? നിന്റെ ആശാൻ. പിന്നല്ലാതാര്? നീ നോക്കിക്കോ, നിന്റെ ആശാനെ ഞാനൊരു പിടുത്തം പിടിക്കാൻ പോവാ. ഒന്നെങ്കിൽ അയാൾ എല്ലാ കുഴപ്പങ്ങളും അവസാനിപ്പിച്ച് എന്റെ വഴിക്ക് വരും, അതല്ലെങ്കിൽ ആള് തീരും. രണ്ടിലൊന്ന് എന്തായാലും നടക്കും. ഇതില് മഞ്ഞപ്പൊടിയില്ലല്ലോ, കടുകും ഇല്ല. ഒന്ന് കടുക് താളിക്കണമെന്ന് വിചാരിച്ചാ ഞാൻ എന്ത് ചെയ്യും? ഇത് നിങ്ങളെ ഒറ്റയ്ക്ക് കടയിലോട്ട് വിട്ടാലുള്ള കുഴപ്പം. ആവശ്യമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചോണ്ട് വരില്ല, ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിച്ചോണ്ട് വരികയും ചെയ്യും. അടുക്കള കിടന്ന് പെരുമാറുന്ന ഞങ്ങൾക്കല്ലേ എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ അറിയാൻ പറ്റൂ. ഇതിലിപ്പോ ഏറ്റവും അത്യാവശ്യമുള്ള ഉപ്പ് പോലും വാങ്ങിച്ചിട്ടില്ല. നീ ഈ പറയുന്ന പോലെ നിന്റെ വീട്ടിൽ സാധനം ഒന്നും മേടിക്കാറില്ലേ? അതെ, എന്നോടൊന്നും പറയണ്ട. കാശ് കൊടുത്തതും സാധനങ്ങൾ വാങ്ങിയതും ഒക്കെ ആശാനാ. എന്തെങ്കിലും പറയാണ്ടെങ്കിലേ ആശാനോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ആശാനെ, ഞാൻ നീ പോയിക്കോ. ഇനി ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിക്കടി. വീട്ടമ്മയായിട്ട് ഇവിടെ അങ്ങ് കൂടാനുള്ള പരിപാടിയാണല്ലേ? കൂടാതിരിക്കാൻ പറ്റൂലല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് ഇനിത് വച്ചുണ്ടാക്കാനോ ആള് വേണമല്ലോ. നിക്ക്. നിനക്ക് വെച്ചുണ്ടാക്കാനാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയെന്നാണോ നീ കരുതിയിരിക്കുന്നേ? പിന്നല്ലേ. അവിടെ നിക്ക്. അല്ല, ഇത് എനിക്കും എന്റെ പെങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാനാ, അല്ലാതെ നിനക്ക് ഇവിടെ നിന്ന് കൊച്ചമ്മ ഭരണം നടത്താനല്ല. ഓ, അപ്പൊ വീണ്ടും ഞാൻ പുറത്തല്ലേ? നീ എന്റെ മനസ്സിൽ പുറത്തു തന്നെയായിരുന്നു. അനുവാദമില്ലാതെ അകത്ത് കയറി ഭരണം ഏറ്റെടുത്തത് നീ തന്നെയാ. ഓ, അപ്പൊ ഞാനിവിടുന്ന് ഇറങ്ങണമെന്നാ നീ പറഞ്ഞു വരുന്നേ? അതിനൊരു സംശയവും. അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇറങ്ങാതെ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നല്ല അടിയുടെ കുറവാ. അപ്പോ
നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് ഇറക്കണം അല്ലേ? എത്ര ഒച്ച എടുത്തിട്ടും കാര്യമില്ല ഡേസി. നീ ഇവിടുന്ന് ഇറങ്ങുക തന്നെ വേണം. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഒരു യോഗ്യത നിനക്കില്ല. അപ്പോ നിനക്ക് എന്റെ യോഗ്യത കാണണോ അല്ലേ? കാണിച്ചു തരാം. യോഗ്യത ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഡേസി, ഡേസി, അടങ്ങ്. ഡേസി, 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 നിനക്ക് എന്താ ഇത്? ഡേസി, ഡേസി ചുമ്മാ ഇരിക്ക്. ഡേസി വേണ്ട. വേണ്ടെന്ന് നീയാണോടെ തീരുമാനിക്കുന്നേ? ഞാനിവിടെ അധികം പറ്റാണല്ലേ? എന്നെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം അല്ലേ? കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ ഇവിടെ ജീവിപ്പിക്കാം. ഒറ്റയ്ക്ക് തന്നെ ജീവിപ്പിക്കാം. ഡേസി, ഡേസി, നീ എന്തേ കാണിക്കുന്നത്? ഡേസി വേണ്ട. നിനക്കെന്തൊരു ഭ്രാന്താണോ? ഇതെന്ത് ഭ്രാന്ത്? ഇനി കാണാൻ കിടക്കുന്നതല്ലേ യഥാർത്ഥ ഭ്രാന്ത്? ഡേസി, 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 വാതിൽ തുറക്ക്. ഡേസി, എടി വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഡേസി, വാതിൽ തുറക്കാൻ. ഡേസി, ഡേസി, വാതിൽ തുറക്കാൻ. ഡേസി, വാതിൽ തുറക്കാൻ. ഡേസി, നിന്നോടാ പറഞ്ഞേ. എടി വാതിൽ തുറക്കാൻ. ഏട്ടാ, ഡെയ്സി അകത്തേറി എന്തെങ്കിലും കടന്നു ചെയ്യോ? ഡേസി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഡേസി, എടി വാതിൽ തുറക്കാൻ. ഗൈസ്, കണ്ടില്ലേ? സ്നേഹനിധിയായ എന്റെ ഭർത്താവ്, താലി കെട്ടിയ എന്റെ പുരുഷൻ എന്റെ അടുത്ത് കാണിച്ചു കണ്ടില്ലേ? ഡേസി, എടി തുറക്കാൻ. അയാൾക്കിപ്പൊ ഞാൻ വേണ്ട. അയാളുടെ കാമുകി മതി. അതിനെന്നെ അയാൾ കൊല്ലാൻ നോക്കുക. ഡേസി, നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. അയാൾ എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലിടിച്ച് എന്റെ മുറിവായി കാണുന്നത്. ഡേസി, മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എന്നെ ഇവിടെ ഇട്ട് കൊന്നുകളെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവൻ രക്ഷാർത്ഥം ഒരു മുറിയിൽ കയറി കഥ കടച്ചിരിക്കും. നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എനിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ ഭർത്താവായ ശിവന് മാത്രം. എടി വാതിൽ തുറക്കാനാ പറഞ്ഞേ. കണ്ടില്ലേ? എന്നെ കൊല്ലാനായിട്ട് അയാൾ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമം. ഡേസി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. നിന്നെ അവിടെ ഇട്ട് പച്ചയ്ക്ക് ഞാൻ കത്തിക്കും. കേട്ടല്ലോ പറഞ്ഞത്. ഇത്രയേറെ ഉപദ്രവിച്ചിട്ട് അയാൾക്ക് കലി അടങ്ങിയിട്ടില്ല. എന്നെ കൊന്നാലേ കലി അടങ്ങുള്ളൂന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാ വാതിൽ തുറന്ന് ചെല്ലുക? ജീവനിൽ ആർക്കാ പേടിയില്ലാത്തത്? ഡേസി, വാതിൽ തുറക്ക്. ഡേസി, മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എന്നെ രക്ഷിക്കണം. ഇയാളൊരു സൈക്കോ കില്ലറാന്ന് എനിക്കറിയില്ലായിരുന്നു. ഡേസി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. സ്ത്രീകളെ ദ്രോഹിക്കുന്നതില് സന്തോഷം കണ്ടെത്തുന്ന ക്രൂരനായ ഒരു സൈക്കോ ഏത് പെൺകുട്ടികളെ വലയിലാക്കും. എടി വാതിൽ തുറക്കാൻ.